ഒരു ഡോക്ടർ ഒരു പിന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അദ്ദേഹം നല്ല ഡോക്ടറൊക്കെ ആയിരിക്കും, അല്ലെന്ന് ഞാൻ പറയുന്നു. ഇത്രയും നല്ല പ്രവർത്തനം നടക്കുന്ന ഒരു ആശുപത്രിയിൽ ചിലപ്പോൾ പനി കുറഞ്ഞു കാണും, ചിലപ്പോൾ എക്യുപ്മെന്റ്സിന് കുറവ് കാണും, ചിലപ്പോൾ മരുന്നിന് കുറവ് കാണും. ഇതൊന്നും ഞങ്ങൾ പറയുന്നില്ല. ആ ഡോക്ടർ ചെയ്തത് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ ചെയ്തത് എന്നുള്ളത് ശരിയാണെങ്കിൽ അത് ഇരിക്കുന്ന സ്ഥാനത്ത് യോജിച്ചതല്ല ചെയ്തത്. ഇരിക്കുന്ന സ്ഥാനത്തിന് യോജിച്ചതല്ല പോലും. അത് പറയുന്ന കേട്ടാൽ ഇത്രയും നല്ല രീതിയിൽ നടക്കുന്ന ആശുപത്രികൾ ചിലപ്പോൾ മരുന്നുകൾ ഉണ്ടാവില്ല, ചിലപ്പോൾ എക്യുപ്മെന്റ്സ് ഉണ്ടാവില്ല. അതേ ആശുപത്രിയിൽ മരുന്ന് എക്യുപ്മെന്റ്സ് ഇല്ലാണ്ട് പിന്നെ എന്താണ് വേണ്ടത്? രോഗികളോ അവർ അസുഖം മാറ്റാൻ പിന്നെ മരുന്നല്ലേ വേണ്ടത്? അതല്ലേ മെയിൻ ആയിട്ടുള്ള കാര്യം. അതില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അതിന് ആശുപത്രി എന്ന് പറയുന്നത്? ഇതൊക്കെ എങ്ങനെയാണ് ഒരു ഉളുപ്പില്ല അതിങ്ങനെ വന്ന് പറയാൻ പറ്റുന്നത്? ആ ശസ്ത്രക്രിയകൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പൊ മുടങ്ങാത്തതിന്റെ ഒരു രഹസ്യം അത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ഇത് പല ഉപകരണങ്ങളും പേഷ്യൻസ് തന്നെ വാങ്ങിച്ചു തരികയാണ്. ഇപ്പോൾ രോഗികൾ തന്നെ വാങ്ങിച്ചു തരികയാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ചിലപ്പോൾ നമ്പർ 1 കേരള ആയിരിക്കും. പക്ഷേ ഇത്രയും ആരോഗ്യ മേഖല സമ്പന്നമായ നമ്മുടെ നാട്ടിൽ ഇത്രയും ആശുപത്രികൾ ഉള്ളപ്പോൾ എന്തിനാണ് നമ്മുടെ മുഖ്യമന്ത്രി അങ്ങ് വിദേശത്ത് പോയിട്ട് ലക്ഷങ്ങൾ മുടക്കി ചികിത്സിക്കുന്നത്? അത് എന്ത് ചികിത്സയാണ് അവിടെ ശരിക്കും എടുക്കുന്നത്? ആർക്കെങ്കിലും അറിയോ? ഇനി പറയാം.